ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഡയറി ടെക്നോളജിക്കകത്ത് ഫസ്റ്റ് സിലബസിനകത്ത് നമുക്ക് കാണാം ഫസ്റ്റ് കോമ്പോസിഷൻ ഓഫ് മിൽക്ക് ആയിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്കാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ വീണ്ടും പറയുകയാണ്, കോമ്പോസിഷൻ ഓഫ് മിൽക്ക് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരണേ. അപ്പോൾ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് പോകുമ്പോൾ ഫസ്റ്റ് കളറാണ്. കളർ, മിൽക്കിൻ്റെ കളർ എന്താണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മിൽക്കിൻ്റെ കളർ പറയുകയാണെങ്കിൽ നമ്മൾ പറയും വൈറ്റ് കളറാണെന്ന് പറയും അല്ലേ. പക്ഷേ ഈ കളർ എന്ന് പറയുന്നത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽക്ക് പഠിച്ചില്ലേ. കൗ മിൽക്ക് ഉണ്ട്, ബഫലോ മിൽക്ക് ഉണ്ട്, അതുപോലെ തന്നെ സ്കിം മിൽക്ക് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിൽക്ക് ഉണ്ട്. ആ മിൽക്കിനകത്തൊക്കെ കളറിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ചെറിയൊരു ഡിഫറൻസ് ആണ്, പക്ഷേ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ കളർ വരുന്നുള്ളത്, നമ്മുടെ മിൽക്കിൻ്റെ കളർ വരുന്നുള്ളത്? രണ്ട് റീസൺ ആണ്. ഒന്ന്, സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. So the color of milk is mainly due to scattering of light by casein. ആരാണ് സ്കാറ്റർ ചെയ്യുന്നുള്ളത്? കസീൻ. കസീനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ ഫാറ്റ്, കസീൻ ആൻഡ് ഫാറ്റ്. രണ്ടാമത്തത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മിൽക്കിന് ആ ഒരു പെയിൽ യെല്ലോ കളർ കൊടുക്കുന്നുള്ളത് ആരാണ്? വിറ്റാമിൻ എ ആണ്. പ്രോ വിറ്റാമിൻ അല്ലേ, പ്രോ വിറ്റാമിൻ എ ആണ് കൊടുക്കുന്നുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസൻസ് ഓഫ് കരോട്ടിനും ഇതാണ് കേട്ടോ പ്രോ വിറ്റാമിൻ എ എന്ന് പറയുന്നത്. കരോട്ടിനും അതുപോലെ തന്നെ നമ്മുടെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ബൈ കസീൻ ആൻഡ് ഫാറ്റ്. ഈ റീസൺസ് കൊണ്ടാണ് നമ്മുടെ മിൽക്കിനൊരു കളർ ഉണ്ടാവുന്നുള്ളത്. ഇനി കൗ മിൽക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, കൗ മിൽക്കിൻ്റെ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, ഒരു പേൽ യെല്ലോ ആണ് അല്ലേ, ഒരു ക്രീമിഷ് വൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, യെല്ലോ ആണെന്ന് പറയാൻ പറ്റില്ല, ക്രീമിഷ് യെല്ലോ എന്ന് നമുക്ക് പറയാം. എന്താണ്? ക്രീമിഷ് യെല്ലോ ആണ് കൗ മിൽക്കിൻ്റെ കളർ വരുന്നുള്ളത്. എന്തുകൊണ്ടാണ്? പ്രോ വിറ്റാമിൻ എ പ്രസൻ്റ് ആയിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കൗ മിൽക്കിൻ്റെ കളർ എന്താണ്? പ്രോ വിറ്റാമിൻ എ. ഏതാണ്? ബീറ്റ കരോട്ടിൻ ആണ് കേട്ടോ. കരോട്ടിൻ, ബീറ്റ കരോട്ടിൻ ആണ് നമ്മുടെ കൗ മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ കൗ മിൽക്ക് ഒരു ക്രീമിഷ് യെല്ലോ ആയിട്ട് കാണപ്പെടുന്നുള്ളത്. പിന്നെ ബഫലോ മിൽക്ക് ഉണ്ട്. കൗ മിൽക്കിൻ്റെ കളർ പഠിച്ചുള്ള നമുക്ക് അറിയാവുന്നതാണ്. ബഫലോ മിൽക്ക് എന്താണ്? വൈറ്റ് ആണ്. ബഫലോ മിൽക്ക് എന്താണ്? വൈറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ വൈറ്റ് കളർ വരുന്നുള്ളത്? നമ്മുടെ കൗ മിൽക്കിനകത്ത് ബീറ്റ കരോട്ടിൻ പ്രസൻ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ക്രീമിഷ് യെല്ലോ വന്നത്. പക്ഷേ നമ്മുടെ ബഫലോ മിൽക്കിൻ്റെ കേസിൽ ഈ ബീറ്റ കരോട്ടിൻ മൊത്തത്തിൽ, അതായത് പ്രോ വിറ്റാമിൻ എ മൊത്തത്തിൽ വിറ്റാമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ക്രീമിഷ് യെല്ലോ കളർ ഇല്ലാണ്ട് വൈറ്റ് കളറായിട്ട് വരുന്നുള്ളത്. അപ്പോൾ കൗ മിൽക്ക് ആണെങ്കിൽ ക്രീമിഷ് യെല്ലോ ആണ്, ബഫലോ ആണെങ്കിൽ വൈറ്റ് ആണ്. ആ ഡിഫറൻസ് മനസ്സിലാക്കുക. കൗ മിൽക്കിനകത്ത് ബീറ്റ കരോട്ടിനും ബഫലോ മിൽക്കിനകത്ത് കരോട്ടിനുമാണ് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ സ്കിം മിൽക്ക്. സ്കിം മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, നമ്മൾ ഫാറ്റിനെ റിമൂവ് ചെയ്തിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ഒരു ബ്ലൂയിഷ് കളറാണ് വരുന്നുള്ളത്, ബ്ലൂയിഷ് ടിഞ്ചാണ് വരുന്നുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് സ്കാറ്റർ ചെയ്യുന്നുള്ളത് ആരാണ്? സ്കാറ്ററിങ് ലെസ് വേവ് ലെങ്ത് ലൈറ്റ് ബൈ കസീൻ. കസീനാണ് ഇവിടെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിനൊരു ബ്ലൂയിഷ് ടിഞ്ച് കളർ വരുന്നുള്ളത്. അപ്പോൾ കൗ മിൽക്കിൻ്റെ കളർ, ബഫലോ, സ്കിം മിൽക്ക് ഒരു ബ്ലൂയിഷ് ടിഞ്ചാണ്. ഇനി വേ, നമ്മൾ കസീനും വേയും ആണ് നമ്മുടെ പ്രോട്ടീനകത്ത് മെയിനായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അല്ലേ. മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള മേജർ പ്രോട്ടീൻസ് ആണ് വേയും കസീനും. ഈ വേൻ്റെ ഒരു ഗ്രീനിഷ് യെല്ലോ ആണ്, ഗ്രീനിഷ് യെല്ലോ ആണ്, ഗ്രീനിഷ് യെല്ലോ കളറാണ് വേക്ക് വരുന്നുള്ളത്. എന്തുകൊണ്ടാണ്? പ്രസൻസ് ഓഫ് റൈബോഫ്ലേവിൻ. ഓക്കെ, പ്രസൻസ് ഓഫ് റൈബോഫ്ലേവിൻ. അപ്പോൾ കളറിൻ്റെ കേസിൽ ഓരോന്നിൻ്റെ കളർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ് ആ കളർ വന്നിരിക്കുന്നതെന്ന് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. അപ്പോൾ സിംപ്ലി കളർ എന്ന് പറയുമ്പോൾ കളർ മാത്രം പഠിക്കാനല്ല, അതിൻ്റെ റീസൺ കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ കൗ മിൽക്ക് ക്രീമിഷ് യെല്ലോ ആണ്. എന്തുകൊണ്ട്? ബീറ്റ കരോട്ടിൻ അവിടെയുണ്ട്. ബഫലോ ആണെങ്കിൽ വൈറ്റ് ആണ്, കാരണം ബീറ്റ കരോട്ടിൻ കംപ്ലീറ്റ്ലി വിറ്റാമിൻ എ ആയിട്ട് അവിടെ മാറുന്നുണ്ട്. സ്കിം മിൽക്ക് ആണെങ്കിൽ അവിടെ ബ്ലൂയിഷ് ടിഞ്ചാണ്. വൈ? ബിക്കോസ് സ്കാറ്ററിങ് ലെസ് വേവ് ലെങ്ത് ബൈ കസീൻ ആണ്. പിന്നെ ഗ്രീനിഷ് യെല്ലോ ആണ് ആരുടേത്? വേയുടേത്. എന്തുകൊണ്ടാണ്? റൈബോഫ്ലേവിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ കളർ മനസ്സിലായല്ലോ. കളറ് നമ്മൾ മൊത്തത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. കളർ ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് അല്ലേ. ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ മനസ്സിലാവല്ലോ. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമ്പോൾ എന്തൊക്കെ ഉണ്ട് അതൊക്കെ ഫിസിക്കലിനകത്ത് വരുന്നതാണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പൊതുവെ നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലേ, അതിൻ്റെ കെമിക്കലായിട്ടാണ് വരിക. മൊത്തത്തിൽ നമ്മൾ ഇതിനകത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും രണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് നമ്മുടെ അസിഡിറ്റി ആണ്. അസിഡിറ്റി ഫിസിക്കലാണോ? അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കെമിക്കൽ പ്രോപ്പർട്ടിയാണ് അല്ലേ. അപ്പോൾ അസിഡിറ്റീൻ്റെ കേസ് പറയുകയാണെങ്കിൽ മിൽക്ക് ആസിഡ് ആണോ അതോ ബേസ് ആണോ?
നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വരുന്നത്? നമ്മൾ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ നമുക്ക് ആ മിൽക്കിൽ ലാക്റ്റിക് ആസിഡ് പ്രസൻ്റ് ആയിട്ടുണ്ടോ, അങ്ങനെ നമുക്കത് ലാക്ടോസ് പ്രസൻ്റ് ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ ലാക്റ്റിക് ആസിഡ് പ്രസൻ്റ് ആകുമ്പോൾ അത് തൈരായി മാറുമല്ലേ, അപ്പോൾ അത് ബേസ് ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഉത്തരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ റേഞ്ച് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ 2 തരത്തിൽ അസിഡിറ്റി ഉണ്ട്. എന്താണ്? 2 തരത്തിൽ ഇതിനകത്ത് അസിഡിറ്റി ഉണ്ട്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ അസിഡിറ്റിയാണ്. മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെവലപ്ഡ് അസിഡിറ്റിയാണ്. എന്താണ്? മിൽക്കിൻ്റെ കേസിൽ 2 തരത്തിൽ അസിഡിറ്റി ഉണ്ട്. ഒന്ന് നാച്ചുറൽ അസിഡിറ്റി. നാച്ചുറൽ അസിഡിറ്റി എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കസീൻ, അല്ലെ നമ്മുടെ പ്രോട്ടീൻ ആയിട്ടുള്ള കസീൻ, അതുപോലെ തന്നെ ഫോസ്ഫേറ്റ്സ്, അതുപോലെ തന്നെ സിട്രേറ്റ്സ്, അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ പ്രോട്ടീൻസ് ആയിട്ടുള്ള ആൽബുമിൻ, ഗ്ലോബുലിൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഇവരൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള നാച്ചുറൽ ആയിട്ടുള്ള അസിഡിറ്റിയാണ് നമ്മൾ നാച്ചുറൽ അസിഡിറ്റി എന്ന് പറയുന്നത്. ഗ്ലോബുലിൻ ഒക്കെയാണ് കേട്ടോ. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഇത് നാച്ചുറൽ അസിഡിറ്റി. ഇനി ഡെവലപ്ഡ്, ഈ നാച്ചുറലിനെ നമ്മൾ അപ്പാരൻ്റ് എന്ന് കൂടി പറയും കേട്ടോ, അതുകൂടി പഠിച്ചേക്കണേ. നാച്ചുറൽ അസിഡിറ്റിനെ നമ്മൾ പറയുന്നത് അപ്പാരൻ്റ് അസിഡിറ്റി എന്ന് പറയും. ഇനി ഡെവലപ്ഡ് അസിഡിറ്റി ആണെങ്കിൽ എന്താണ്? അതായത് ഈ മൈക്രോബിയൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ മിൽക്കിനകത്ത് എന്തുണ്ട്? മൈക്രോബ്സ് ഉണ്ട് അല്ലേ? നോർമൽ മൈക്രോഫ്ലോറ ഉണ്ട് നമ്മുടെ മിൽക്കിനകത്ത്. ഒരു മിൽക്കിനകത്ത് മൈക്രോബ്സ് ഇല്ലാതില്ല. അതിനകത്ത് കുറച്ച് മൈക്രോബ്സ് ഉണ്ട്. ആ മൈക്രോബ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മൂലം ലാക്ടോസ് എന്തായിട്ട് മാറും? ലാക്റ്റിക് ആസിഡായിട്ട് മാറും. ലാക്റ്റിക് ആസിഡായിട്ട് മാറും. അത് നമ്മുടെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അതെന്താണ്? അത് നാച്ചുറലി ഇല്ലതല്ല, പക്ഷെ എന്താണ്? അത് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള മൈക്രോബ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡാക്കി മാറ്റുന്നതാണ് ഡെവലപ്പ് അസിഡിറ്റി. അപ്പോൾ അസിഡിറ്റി പറയുമ്പോൾ 2 തരത്തിലുണ്ട്, നാച്ചുറലും ഡെവലപ്ഡും. നാച്ചുറലിനകത്ത് എന്താ നമ്മൾ പറയുന്നത്? നമ്മുടെ കസീന്, അതായത് നോർമലായിട്ട് ഏതൊരു മിൽക്കിനകത്തും കസീൻ പ്രസൻ്റ് ആയിരിക്കും, ഫോസ്ഫേറ്റ് ഉണ്ടാവും, സിട്രേറ്റ് ഉണ്ടാവും, ആൽബുമിൻ ഉണ്ടാവും, ഗ്ലോബുലിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ചെറിയൊരു എമൗണ്ടിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇതൊക്കെ കൊണ്ടാണ് ആ അസിഡിറ്റി. ഇനി ഡെവലപ്ഡ്, നാച്ചുറൽ അസിഡിറ്റിൻ്റെ മറ്റൊരു പേരിന് അപ്പാരൻ്റ്. ഇനി ഡെവലപ്ഡ് അസിഡിറ്റി ആണെങ്കിലോ ലാക്ടോസ്, നമ്മുടെ മിൽക്കിനകത്തുള്ള മിൽക്ക് ഷുഗർ ആയിട്ടുള്ള ലാക്ടോസ് ലാക്റ്റിക് ആസിഡായിട്ട് മാറുമ്പോഴുള്ളതാണ് ഏതാണ്? എന്താണ് നമ്മൾ പറഞ്ഞത്? ഡെവലപ്ഡ് അസിഡിറ്റി. ഇനി ടോട്ടൽ ടൈട്രേറ്റബിൾ അസിഡിറ്റി ഉണ്ട്. അതായത് നമ്മൾ ടൈട്രേഷൻ വഴി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അസിഡിറ്റി എന്താണ്? ടൈട്രേറ്റബിൾ അസിഡിറ്റി. അതെന്തായിരിക്കും? ഇതിൻ്റെ 2ൻ്റെയും സമ്മായിരിക്കും. നാച്ചുറൽ പ്ലസ് ഡെവലപ്ഡ് അസിഡിറ്റിൻ്റെ സമ്മാണ് നമുക്ക് ടൈട്രേറ്റബിൾ ആയിട്ട് കിട്ടുന്നുള്ളത്. ഇനി അസിഡിറ്റി നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? %LA എന്നാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. എന്താണ്? %LA മീൻസ് പെർസെൻറ്റേജ് ഓഫ് ലാക്റ്റിക് ആസിഡ്. അസിഡിറ്റി നമ്മൾ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? പെർസെൻറ്റേജ് ഓഫ് ലാക്റ്റിക് ആസിഡ്. നോർമൽ ഒരു മിൽക്കിനകത്ത് അസിഡിറ്റി എന്ന് പറയുന്നത് 0.1 തൊട്ട് 0.16% LA ആണ് കേട്ടോ. 0.1 തൊട്ട് 0.16% LA ആണ് നോർമൽ മിൽക്കിലെ അസിഡിറ്റി എന്ന് പറയുന്നത്. ഇനി കൗ മിൽക്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ 0.13 തൊട്ട് 0.14 വരെ പോകാറുണ്ട്. 0.14 ആണ് കേട്ടോ, 1.4 അല്ല. 0.14 വരെ പോകാറുണ്ട്. ഇനി ബഫലോ മിൽക്കിൻ്റെ ആണെങ്കിലോ, അതായത് ഒക്കെ ഒരേ ഓർഡറിൽ നമുക്ക് പഠിച്ചു വെക്കാം. 0.14 തൊട്ട് 0.15 വരെ പോകാറുണ്ട്. അതിനൊരു 0.16 വരെ അല്ലേ നമ്മൾ നോർമൽ പറഞ്ഞേ. 0.18 ഒക്കെ വന്നാൽ, എബവ് 0.18 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അവിടെ നമ്മുടെ മിൽക്ക് എന്താണ്? കേടായിട്ട് മാറി തുടങ്ങും. അതായത് ഒരു നോട്ട് ഫിറ്റ് ഫോർ പ്രൊഡക്ഷൻ. ആ മിൽക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, മിൽക്കായിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് 0.18 ആൻഡ് എബവ് കേട്ടോ. 0.18 ആൻഡ് എബവ്. അപ്പോൾ അസിഡിറ്റി ഏതിൽ എക്സ്പ്രസ് ചെയ്യുക? പെർസെൻറ്റേജ് ലാക്റ്റിക് ആസിഡിലാണ്. നോർമൽ വാല്യൂ ഓഫ് മിൽക്ക് എന്ന് വെച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 0.1 to 0.16 ആണ്. ഇനി കൗ മിൽക്കിൻ്റെ ആണെങ്കിൽ 0.13 to 14 ആണ്. ഇനി നമ്മുടെ ബഫലോ മിൽക്ക് ആണെങ്കിൽ 0.14 to 15 ആണ്. പിന്നെ 0.18 ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി pH എടുക്കുകയാണെങ്കിലോ, ഇത് അസിഡിറ്റീൻ്റെ കേസാണ് പറഞ്ഞത്. എത്രത്തോളം ലാക്റ്റിക് ആസിഡിൻ്റെ പെർസെൻറ്റേജ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. pH ആണെങ്കിലും നമുക്കറിയാമല്ലേ, നോർമൽ 0 to 14 ആണ് ഒരു pHൻ്റെ വാല്യൂ വരിക. അതിനകത്ത് 0 to 7 വരെ വരികയാണെങ്കിൽ ആസിഡ് ആയിരിക്കും. 7 ന്യൂട്രൽ ആണ്. 0 to 7 വരെ ആസിഡ് ആയിരിക്കും. 7 ന്യൂട്രൽ ആണ്. 7 to 14 പോവുകയാണെങ്കിൽ എന്താണ്? അത് ബേസ് ആയിട്ട് വരും. അപ്പം നോർമൽ ഒരു pH, നമ്മുടെ ആസിഡിൻ്റെ pH എടുക്കുകയാണെങ്കിൽ ഒരു 1, 2, 3 ഒക്കെയാണ് pH എങ്കിൽ അത് ഹൈലി അസിഡിക് ആയിരിക്കും. പിന്നെ ഒരു 4, 5, 6 ഒക്കെ വരികയാണെങ്കിൽ മൈൽഡ് അസിഡിക് ആയിരിക്കും. അതുപോലെ തന്നെ ഹൈലി ആൽക്കലൈൻ ആണ്. ഏത് വാല്യൂസ്? 10 to 14 ഒക്കെ ഹൈലി ആൽക്കലൈൻ ആണ്. 7 to 10 ഒക്കെ എന്താണ്?
മൈൽഡ് ആൽക്കലൈൻ ആണ്, മൈൽഡ് ബേസിസ് ആണ്. അപ്പോൾ പി എച്ചിൻ്റെ കേസ്, നമ്മുടെ മിൽക്കിൻ്റെ കേസ് പറയുമ്പോൾ കൗ മിൽക്ക് എടുക്കുകയാണെങ്കിൽ 6.4 to 6.6 ആണ്. 6.4 to 6.6 ആണ്. അതായത് സ്ലൈറ്റ്ലി അസിഡിക് ആണ്, അത്രയും സ്ലൈറ്റ്ലി അസിഡിക് ആണ് അല്ലേ. 6.4 to 6.6 ആണ്, എന്നാൽ ന്യൂട്രലും അല്ല. ബഫലോ മിൽക്ക് ആണെങ്കിൽ ഒന്നുകൂടെ നോക്കിക്കോ, 6.7 to 6.8 ആണ്. 6.7 to 6.8 ആണ്. പിന്നെ കൊളസ്ട്രോൾ അറിയില്ലേ നമുക്ക്, കൊളസ്ട്രം അല്ലെ ഫസ്റ്റ് വരുന്നുള്ള ആ മിൽക്ക്, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി എച്ച് എന്ന് പറയുന്നത് കുറവായിരിക്കും കേട്ടോ. 6.6 ആയിരിക്കും. 6 ആയിരിക്കും നമ്മുടെ എന്താണ് കൊളസ്ട്രം. ഇത് കൊളസ്ട്രം ആണ് കേട്ടോ, കൊളസ്ട്രം വരിക. ഇനി മാസ്റ്റൈറ്റിസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, അകിടവീക്കം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതൊരു ഇൻഫെക്ഷൻ്റെ ടൈമിൽ ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് പി എച്ച് ആസിഡിൽ നിന്നൊക്കെ മാറിയിട്ട് 7.5 ആയിട്ട് മാറും. 7.5 ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ആദ്യം കളറാണ് ഡിസ്കസ് ചെയ്തത്, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ആസിഡിറ്റി പറയുമ്പോൾ നാച്ചുറൽ അസിഡിറ്റി ഉണ്ട്, ഡെവലപ്ഡ് അസിഡിറ്റി ഉണ്ട്. നാച്ചുറലിൻ്റെ മറ്റൊരു പേരാണ് അപ്പാരൻ്റ് അസിഡിറ്റി. നാച്ചുറൽ അസിഡിറ്റി എങ്ങനെയാണ്, നമ്മുടെ മിൽക്കിൽ നാച്ചുറലായിട്ട് പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് മൂലം ഉണ്ടാകുന്നുള്ളതാണ്. അതായത് നമ്മുടെ കസീന്, ഫോസ്ഫേറ്റ്, സിട്രേറ്റ്, ആൽബുമിൻ, ഗ്ലോബുലിൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവരൊക്കെ മൂലം. ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്, മിൽക്കിൽ ഉണ്ടാകുന്നുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മൂലം ഉണ്ടാകുന്നുള്ള ലാക്റ്റിക് ആസിഡ്. അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതിലേക്കാണ് ഡെവലപ്ഡ് അസിഡിറ്റി. ഇനി നമ്മുടെ മിൽക്കിൻ്റെ മൊത്തം അസിഡിറ്റി നമ്മളെങ്ങനെയാണ് നോക്കുക, ടൈട്രേറ്റബിൾ അസിഡിറ്റി എന്ന് പറയും. അതെന്താണ്, നാച്ചുറൽ അസിഡിറ്റിയും ഡെവലപ്ഡ് അസിഡിറ്റിൻ്റെ ഒരു സമ്മാണ്. ഇനി നമ്മൾ അസിഡിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അത് ഡിനോട്ട് ചെയ്യുക, പെർസെൻറ്റേജ് ഓഫ് ലാക്റ്റിക് ആസിഡ് ആയിട്ടാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, പെർസെൻറ്റേജ് ഓഫ് ലാക്റ്റിക് ആസിഡ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. നോർമൽ എടുക്കുകയാണെങ്കിൽ 0.1 to 1.6 ആണ് നോർമൽ അസിഡിറ്റി വരിക. കൗ മിൽക്കിനകത്ത് അത് 0.13 to 1.4 ആണ്. ബഫലോ മിൽക്കിനകത്ത് 0.14 to 0.15 ആണ്. ഇനി ഒരു 0.18 ആൻഡ് എബോവ് ഒക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് എന്താണ്, നോട്ട് ഫിറ്റ് ഫോർ പ്രൊഡക്ഷൻ, അല്ല മിൽക്കിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി പി എച്ചിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു 0 to 14 ആണ് പി എച്ച് വരിക. അതിനകത്ത് 0 to 7 വരെ, 1 to 7 ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആസിഡാണ്. 7 to എബോവ് 7 പോയിട്ടുണ്ടെങ്കിൽ അത് ബേസാണ്, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി മിൽക്കിൻ്റെ, കൗ മിൽക്കിൻ്റെ പി എച്ച് പറയുകയാണെങ്കിൽ 6.4 തൊട്ട് 6.6 ആണ്. ബഫലോ മിൽക്കാണെങ്കിൽ 6.7 to 6.8 ആണ്. ഇനി നമ്മുടെ മാസ്റ്റൈറ്റിസിൻ്റെ കേസിൽ ഈ പറഞ്ഞിരിക്കുന്ന പി എച്ച് വാല്യൂ 7.5 ആവുന്നു. കൊളസ്ട്രോത്തിൻ്റെ കേസിൽ എന്താവുന്നു, 6 ആവുന്നു, കുറയുന്നു അല്ലെ. മാസ്റ്റൈറ്റിൻ്റെ കേസിൽ പി എച്ച് വാല്യൂ കൂടുന്നു, അതുപോലെ തന്നെ കൊളസ്ട്രോത്തിൻ്റെ കേസിൽ പി എച്ച് വാല്യൂ കുറയുന്നു മീൻസ് 6 ആണ്. ഓക്കെ അല്ലേ. അസിഡിറ്റി ആണ് അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത്. അസിഡിറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോട്ട് ചെയ്തുകൊണ്ട് പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക പിന്നീട് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം കാര്യങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഇതിലും ബേസ് നിങ്ങൾക്കില്ലെങ്കിൽ പറയാം കേട്ടോ, ബേസ് മുതൽ തന്നെ നമ്മൾ എടുക്കണം. എങ്കിലും പരമാവധി ഞാൻ ബേസ് തൊട്ട് തന്നെയാണ് എടുക്കുന്നുള്ളത് അല്ലെ, മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞാൽ കളർ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മൾ മൂന്നാമത്തേലോട്ട് പറഞ്ഞു കളർ, അതുപോലെ തന്നെ എന്താ പറഞ്ഞത്, അസിഡിറ്റി ആൻഡ് പി എച്ച് അല്ലേ പറഞ്ഞത്. ഇനി അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. എന്താണ്, സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, പാലിൽ വെള്ളം ചേർത്തിട്ടൊക്കെ നമ്മൾ മായം ചേർക്കലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ, പാലിൽ വെള്ളം ചേർത്തിട്ടൊക്കെ നമ്മൾ വിൽക്കാറുണ്ട്. അപ്പോൾ ആ സ്പെസിഫിക് ഗ്രാവിറ്റീനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. നമുക്ക് അതിലോട്ട് വരാം. ഈ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇക്വേഷൻ കേട്ടോ. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും ഓർക്കുക, മിൽക്ക് എന്ന് പറയുന്നത് മിൽക്ക് ഈസ് ഹെവിയർ ദാൻ വാട്ടർ. അപ്പോൾ എന്താണ്, മിൽക്കിന് വാട്ടറിനേക്കാളും സ്പെസിഫിക് ഡെൻസിറ്റി എപ്പോഴും കൂടുതലായിരിക്കും. മിൽക്കിന് എപ്പോഴും വാട്ടറിനേക്കാളും സ്പെസിഫിക് ഡെൻസിറ്റി കൂടുതലായിരിക്കും. മിൽക്ക് വാട്ടറിനേക്കാളും ഹെവിയർ ആണ്. അപ്പോൾ വാട്ടർ അതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സ്പെസിഫിക് ഡെൻസിറ്റി അവിടെ കുറയാണ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ കൗ മിൽക്കിൻ്റെ സ്പെസിഫിക് ഡെൻസിറ്റി എടുക്കുകയാണെങ്കിൽ കൗ മിൽക്കിൻ്റെ 1.028 to 1.030 വരെ പോകും. ഏതാണ്, കൗ മിൽക്ക്. അതുപോലെ തന്നെ നമ്മുടെ ബഫലോ മിൽക്ക് എടുക്കുകയാണെങ്കിൽ 1.030 to 1.032 വരും. സ്കിം എടുക്കുകയാണെങ്കിൽ 1.35 to 1.037 വരും സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ ആണല്ലോ. അപ്പോൾ മിൽക്ക് ഹെവിയർ ആണ്. കൗ മിൽക്കിൻ്റെ വാല്യൂ ആണ് ഞാൻ ആദ്യം എഴുതിയത് 1.028 to 1.030 ആണ്. പിന്നെ ബഫലോ മിൽക്ക് ആണെങ്കിൽ ഇത് ബഫലോ, ഇത് കൗ, ഇത് സ്കിം മിൽക്കിൻ്റെ വാല്യൂ ആണ്. എന്താണ്, സ്കിം മിൽക്കിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നമ്മുടെ മിൽക്കിനകത്ത് എന്തൊക്കെയാണ് കോമ്പോസിഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനകത്ത് ഫാറ്റ് ഉണ്ട് അല്ലേ, ഫാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, ലാക്ടോസ് ഷുഗർ ഉണ്ട്, പിന്നെ സോൾട്ട്സ് ഉണ്ട്,
പിന്നെ SNF ഉണ്ട് അല്ലേ, സോളിഡ് നോട്ട് ഫാറ്റ് ഉണ്ട്. ഇത്രയും കോമ്പോണൻസ് നമ്മൾ ഇതിനകത്ത് പ്രസൻ്റ് ആണ്. അതിനകത്ത് നമ്മുടെ ഫാറ്റിൻ്റെ ഗ്രാവിറ്റി എപ്പോഴും കുറവായിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി ഫാറ്റിൻ്റെ എപ്പോഴും കുറവായിരിക്കും. 0.93 ആണ്. പിന്നെ പ്രോട്ടീൻ്റെ ഒരു 1.3 ഒക്കെയാണ് വരിക, 1.34 ഒക്കെയാണ് വരിക. ലാക്ടോസിൻ്റെത് അതിനേക്കാളും കുറച്ച് കൂടുതലാണ്, 1.66 ഒക്കെ വരും. പിന്നെ സോൾട്ടിൻ്റെ എടുക്കുകയാണെങ്കിൽ 4.12 ആണ്. സോളിഡ് നോട്ട് ഫാറ്റ് ആണെങ്കിൽ 1.616 ആണ്. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ പഠിച്ചു വെക്കുക കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് PSC എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമുക്ക് തന്നെ മനസ്സിലാവാത്തൊരു രീതിയാണുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഡെപ്തിൽ ചോദിക്കാം, ചിലപ്പോൾ ഡെപ്തിൽ ചോദിക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഇത് ഓരോ കോമ്പോണൻസിൻ്റെയും പറഞ്ഞതാണ്. ഫാറ്റ് 0.93 ആണ്. പിന്നെ നമ്മൾ പ്രോട്ടീനാണ് പറഞ്ഞാൽ അത് കുറച്ച് കൂടുതലാണ്, 0.134 ആണ്. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് സോളിഡ് നോട്ട് ഫാറ്റ് ആണ്, 1.616. പിന്നെ സോൾട്ടിന് 4 ഒക്കെ വരുന്നുണ്ട്, 4.12. ലാക്ടോസ് 1.66 ആണ്. ഇത്രയും കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുക, എന്ത് വെച്ചിട്ടാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുക? ലാക്ടോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുക. ഓക്കെ, ലാക്ടോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റീൻ്റെ ഇക്വേഷൻ മനസ്സിലായില്ലേ? ഡെൻസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിലോ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ലാക്ടോമീറ്ററിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 + LR/100. 1 + LR/100. ഈ 1 ആണ്. ലാക്ടോമീറ്ററിൻ്റെ റീഡിംഗ് ആണ് LR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1 + LR/100 ആണ് എന്തായിട്ട് വരുന്നുള്ളത്? സ്പെസിഫിക് ഗ്രാവിറ്റി ആയിട്ട് മാറുന്നുള്ളത്. ഇനി ഈ സ്പെസിഫിക് ഗ്രാവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അതിനൊന്ന് നമുക്ക് പറയാം, എന്താണ്? റക്ക്-നേഗൽ ഫോർമേഷൻ എന്ന് പറയാം. റക്ക്-നേഗൽ ഫോർമേഷൻ എന്ന് പറയാം. അതായത് നമ്മുടെ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ മിൽക്ക് ഉണ്ടല്ലോ, അതായത് നമ്മൾ മിൽക്കിങ് ചെയ്ത് കഴിഞ്ഞ പാട് തന്നെ ആ സ്പെസിഫിക് ഗ്രാവിറ്റി എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി ആദ്യം കുറവായിരിക്കും. പിന്നെ നമ്മൾ ലോങ് ടൈമിൽ അതിനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് ആ മിൽക്ക് അങ്ങനെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി മെല്ലെ മെല്ലെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ കോൾഡ് സ്റ്റോറേജിലാണെങ്കിൽ കൂടുതലായിട്ടും ഈ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. എന്താ പറഞ്ഞത്? റക്ക്-നേഗൽ ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റക്ക്-നേഗൽ ഫിനോമിനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോർമേഷൻ അല്ല കേട്ടോ, ഫിനോമിനൻ ആണ്. റക്ക്-നേഗൽ ഫിനോമിനൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക? നമ്മൾ മിൽക്കിങ് ചെയ്തു അല്ലേ, പശുവിൽ നിന്ന് നമ്മൾ മിൽക്ക് കളക്ട് ചെയ്തു. അങ്ങനെ ആ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി നോക്കുകയാണെങ്കിൽ അത് കുറഞ്ഞ വാല്യൂ ആയിരിക്കും. പിന്നീട് നമ്മളതിനെ കോൾഡ് സ്റ്റോറേജിൽ വെച്ച് കുറേ സമയം നമ്മളതിനെ അവിടെ സൂക്ഷിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി വീണ്ടും നോക്കുകയാണെങ്കിൽ അവിടെ എന്തായിട്ടുണ്ടാവും? സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിയിട്ടുണ്ടാവും. അതാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞു കോൾഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. ഇനി ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഡെൻസിറ്റി കുറയും. ഓക്കെ, കോൾഡ് ടെമ്പറേച്ചറിൽ വെച്ചാൽ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ പറയാൽ ടൈപ്പ് ഓഫ് ദ മിൽക്ക് ആൻഡ് ബ്രീഡ്. ഏത് ടൈപ്പ് മിൽക്കാണ്, ഇപ്പോൾ കൗ മിൽക്കാണോ, അതുപോലെ തന്നെ ഏത് ബ്രീഡാണ്. ഇപ്പോൾ നമ്മൾ ജേഴ്സി ബ്രീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഹോൾസ്റ്റെയിൻ കൗ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിനനുസരിച്ച് ഏത് ടൈപ്പാണ്, ഹയർ ഫാറ്റ് കണ്ടൻറ്റ് ഉള്ളവർക്ക് ഫാറ്റിൻ്റെ എത്രയായിരുന്നു? 0.93 ആയിരുന്നില്ലേ. അപ്പോൾ ഹയർ ഫാറ്റ് കണ്ടൻറ്റ് ആണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും അല്ലേ. ബഫലോയിലൊക്കെ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലാണ്, അതിനനുസരിച്ച് അവർക്ക് സോളിഡ് നോട്ട് ഫാറ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വാല്യൂ കൂടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള മിൽക്കാണെങ്കിൽ, സ്കിം മിൽക്കിൻ്റെ കേസിലൊക്കെ ഫാറ്റ് കണ്ടൻറ്റ് കുറവാണ്. സ്കിം മിൽക്കിൻ്റെ കേസിൽ ഫാറ്റ് കണ്ടൻറ്റ് കുറവാണ്. അപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് കുറയുമ്പോൾ എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി കൂടും. ഫാറ്റ് കണ്ടൻറ്റ് കൂടുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. അതുകൂടി ഒന്ന് നോക്കി വെക്കുക. പിന്നെ എന്താണ്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞത്, ടൈപ്പും ബ്രീഡും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് പറഞ്ഞത് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. അപ്പോൾ എപ്പോഴും ഓർത്ത് വെക്കാം, മിൽക്ക് ഈസ് ഹെവിയർ ദാൻ വാട്ടർ. വാട്ടറിനേക്കാളും ഹെവിയർ ആണ് ഏത് മിൽക്കായിട്ട് വരുന്നുള്ളത്. പിന്നെ നമ്മൾ കൗ മിൽക്കിൻ്റെ നോക്കുകയാണെങ്കിൽ 1.028 തൊട്ട് 1.030 വരെയാണ് കൗ മിൽക്ക്. ഇനി ബഫലോ മിൽക്ക് അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ pH ഏത് വാല്യൂ എടുത്താലും അതിന് തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും, ബഫലോ മിൽക്ക് ഉണ്ടാവും. 1.030 തൊട്ട് 1.032 ആണ് ബഫലോ മിൽക്ക്. പിന്നെ സ്കിം മിൽക്ക് നോക്കുകയാണെങ്കിൽ 1.035 തൊട്ട് 1.037 വരെയാണ്. പിന്നെ നമ്മൾ നോക്കിയത് നമ്മുടെ മിൽക്കിനകത്തുള്ള കോമ്പോണൻസ് ഏതൊക്കെയാണ്? ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ സോൾട്സ്, പിന്നെ ഏതായിരുന്നു ഒന്ന് ബാക്കിയുള്ളത്? സോളിഡ് നോട്ട് ഫാറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മിൽക്കിനകത്തുള്ളത്. ആ മിൽക്കിനകത്തുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും സ്പെസിഫിക് ഗ്രാവിറ്റി കുറവുള്ളത് നമ്മുടെ
ഫാറ്റിനാണ് 0.93 ആണ്. ഏറ്റവും കൂടുതലുള്ളത് 4.12 സോൾട്ടിനാണ്. പിന്നെ പ്രോട്ടീനും അതുപോലെ തന്നെ പ്രോട്ടീൻ എടുക്കുകയാണെങ്കിൽ 1.34, ലാക്ടോസിനാണെങ്കിൽ 1.66, സോളിഡ് നോട്ട് ഫാറ്റിനാണെങ്കിൽ 1.616. ഇതാണ് ഇവരുടെ സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഫാറ്റാണ്. അപ്പോൾ ഫാറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ഏറ്റവും കുറവായിട്ട് വരുന്നത്. അപ്പോൾ ഫാറ്റ് കണ്ടന്റ് കൂടിയ മിൽക്കിൽ എന്തായിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായിരിക്കും. പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ഈ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ലാക്ടോമീറ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാക്ടോമീറ്റർ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞുതരാം. ഏതാണ്, QN ലാക്ടോമീറ്റർ ഉണ്ട്, ISI ലാക്ടോമീറ്റർ ഉണ്ട്, QN, ഓക്കെ, QUEVENNE QN ലാക്ടോമീറ്റർ ഉണ്ട്, ISL ലാക്ടോമീറ്റർ ഉണ്ട്, പിന്നെ ISI, പിന്നെ സീൽ. അങ്ങനെ 3 തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാക്ടോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഓരോ ലാക്ടോമീറ്റേഴ്സിൻ്റെ ഡിഫറെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും, അവർ മെഷർ ചെയ്യുന്നുള്ള ടെമ്പറേച്ചർ വ്യത്യാസമായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാക്ടോമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അതിൽ സീൽ ലാക്ടോമീറ്റർ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ, 29 ഡിഗ്രി സെൽഷ്യസിലാണ് മെഷർ ചെയ്യുക. ISI ലാക്ടോമീറ്റർ ആണെങ്കിൽ 27, ISI 27, സീല് 29, പിന്നെ നമ്മുടെ QN ലാക്ടോമീറ്റർ ആണെങ്കിൽ 15.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞത്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാക്ടോമീറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതിനും കഴിഞ്ഞു. പിന്നെ ഈ ലാക്ടോമീറ്റേഴ്സ് വെച്ചത് കിട്ടിയ നമ്മളെ റീഡിങ്ങിനെ നമ്മൾ LR എന്ന് എടുത്താൽ അതിൻ്റെ ഇക്വേഷൻ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1 + LR/100. സ്പെസിഫിക് ഗ്രാവിറ്റി ലാക്ടോമീറ്റർ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് 1 + LR/100. ഇനി ഈ സ്പെസിഫിക് ഗ്രാവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാണ് റെക്നെഗൽ ഫിനോമിനൻ എന്ന് പറയുന്നത്. റെക്നെഗൽ ഫിനോമിനൻ, ഇത് ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ മിൽക്കിംഗ് ചെയ്ത പാട് സ്പെസിഫിക് ഗ്രാവിറ്റി ആണെങ്കിൽ അവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായിരിക്കും. പിന്നെ നമ്മൾ അതിനെ സ്റ്റോർ ചെയ്തിട്ട് കുറച്ച്, അതായത് കോൾഡ് സ്റ്റോറേജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്താണ് മിൽക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കൂടിപ്പോവും. ഓക്കെ, ഇനി കോൾഡ് സ്റ്റോറേജിൽ തന്നെ വെക്കണം എന്നില്ല, അല്ലാണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിലും അതായത് അത് സ്റ്റോർ ചെയ്യുകയാണെങ്കിലും മിൽക്കിംഗ് ചെയ്ത പാടുള്ള സ്പെസിഫിക് ഗ്രാവിറ്റീനേക്കാളും കൂടുതലായിരിക്കും ഏത് പിന്നീട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുക. അതാണ് റെക്നെഗൽ. പിന്നെ ടെമ്പറേച്ചറിൻ്റെ കേസിൽ എന്താ പറഞ്ഞാൽ, കോൾഡ് ടെമ്പറേച്ചറിലാകുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യും, ഹയർ ടെമ്പറേച്ചറിലാകുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയും. പിന്നെ അതുപോലെ തന്നെ ടൈപ്പിനെയും അതുപോലെ തന്നെ ഏത് ബ്രീഡാണെന്നൊക്കെ വെച്ചിട്ട് അതിൻ്റെ പറഞ്ഞിരിക്കുന്ന ഈ സ്പെസിഫിക് ഗ്രാവിറ്റിൻ്റെ വാല്യൂവിൽ വ്യത്യാസം വരാറുണ്ട്. എന്തുകൊണ്ടാണത്, നമ്മൾ പറഞ്ഞില്ലേ, ഫാറ്റിന് സ്പെസിഫിക് ഗ്രാവിറ്റി കുറവാണ്. അപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ് കൂടുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുന്നു, ഫാറ്റ് കണ്ടൻറ്റ് കുറയുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുന്നു. പിന്നെ ഇത് കൂടാണ്ട് ചില ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ വ്യത്യാസം വരാം. പിന്നെ നമ്മൾ എക്സ്ട്രാ ഫാറ്റൊക്കെ ആഡ് ചെയ്യാറുണ്ട്, അതായത് ഇപ്പോൾ നല്ല കൊഴുപ്പടങ്ങിയ ഫാറ്റ് റിച്ച് മിൽക്കാണെന്ന് കാണിക്കാൻ വേണ്ടി അഡീഷണൽ ആയിട്ട് സ്റ്റാർച്ചൊക്കെ ആഡ് ചെയ്തിട്ട് ഫാറ്റ് കണ്ടൻറ്റ് കൂട്ടാറുണ്ട്. അപ്പോൾ ആ സമയത്തും എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ വ്യത്യാസം വരും. പിന്നെ ടെമ്പറേച്ചർ മാറിയിട്ടുണ്ടെങ്കിൽ, ടെമ്പറേച്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ റെക്നെഗലിലും ടെമ്പറേച്ചർ, ടൈപ്പ് ആൻഡ് ബ്രീഡ്, അതുപോലെ തന്നെ വാട്ടർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെയാണ് മറ്റൊരു അഡീഷൻ ആയിട്ട് നമ്മൾ, അതായത് ഇപ്പം എന്താണ് കളത്തരം കാണിക്കാൻ വേണ്ടി നമ്മൾ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി എക്സ്ട്രാ ഫാറ്റൊക്കെ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റീനകത്ത് മാറ്റം വരും. അപ്പോൾ നമ്മൾ 3 ആൾക്കാരെ പഠിച്ചു, ഇനി 3 പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി നാലാമത്തെയാണ് നോക്കാൻ പോകുന്നുള്ളത്. അതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് നമ്മൾ പറയാൻ പോകുന്നത്, സർഫസ് ടെൻഷൻ. അപ്പോൾ ഈ സർഫസ് ടെൻഷൻ നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ ഇതിന് മുന്നത്തൊക്കെ വീഡിയോസ് കണ്ടവരാണെങ്കിൽ അറിയാം എന്താണ് സർഫസ് ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇവിടെ ഒരു ലിക്വിഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിലത്തെ എങ്ങനെയായിരിക്കും, ചെറുതായിട്ട് കർവ്ഡ് ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, ഈ സർഫസിനകത്തുള്ള മോളിക്യൂൾസിനൊക്കെ എന്താണ് താഴോട്ടൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അതിനകത്തുള്ള എല്ലാ മോളിക്യൂൾസും തമ്മിൽ, ഇപ്പോൾ ഏതെങ്കിലും ലിക്വിഡ് എടുക്കുകയാണെങ്കിലും, ഈവൻ മിൽക്ക് എടുക്കുകയാണെങ്കിലും വാട്ടർ എടുക്കുകയാണെങ്കിലും അതിനകത്തുള്ള എല്ലാ മോളിക്യൂൾസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ സർഫസിലുള്ള മോളിക്യൂൾസിന് താഴോട്ടുള്ള മോളിക്യൂൾസുമായിട്ട് അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും എങ്ങനെയായിരിക്കും, ഇതിങ്ങനെ കുറച്ച് കർവ്ഡായിരിക്കും. അതിനാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയാം. പിന്നെ എന്താണ്, ഇതിൽ കൂടി നമ്മൾ ഇൻസെക്ട്സ് ഒക്കെ നടന്നു പോകുന്ന കണ്ടിട്ടുണ്ടാവും വെള്ളത്തിൽ കൂടി. അതെന്തുകൊണ്ടാണ്, ഈ സർഫസ് ടെൻഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സർഫസ് ടെൻഷൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ ഇത് നോക്കി വെച്ചോളൂ. Newton/meter ആണ് ഇതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നുള്ളത്. Newton/meter ആണ് ഇതിൻ്റെ യൂണിറ്റ് ആയിട്ട് വരുന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, Dyne/centimeter എന്ന് പറയാം. അത് CGS യൂണിറ്റും ഇത് SI യൂണിറ്റുമാണ് കേട്ടോ.
പിന്നെ എന്താണ് നമ്മുടെ ഈ മിൽക്കിൻ്റെ സർഫസ് ടെൻഷനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ മിൽക്കിനകത്ത് ആരൊക്കെ പ്രസൻ്റ് ആയിട്ടുണ്ട്? പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റ് ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫാറ്റി ആസിഡ്സ് ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മിൽക്കിൻ്റെ സർഫസ് പ്രോപ്പർട്ടീസിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ മിൽക്ക് കോമ്പോണൻസ് ഒക്കെയാണ് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത്. ഇതിൻ്റെ റേഞ്ച് നോക്കുകയാണെങ്കിൽ 40 to 60 ഡൈൻസ് പെർ സെൻറ്റിമീറ്റർ ആണ്. 40 to 60 ഡൈൻസ് പെർ സെൻറ്റിമീറ്റർ ആണ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. അതുകൂടി നോട്ട് ചെയ്യണം. 20 ഡിഗ്രി സെൽഷ്യസിൽ 40 to 60 ഡൈൻസ് പെർ സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ മിൽക്കിൻ്റെ സർഫസ് ടെൻഷൻ വരുന്നുള്ളത്. ഇനി സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ വേണമെങ്കിൽ നോക്കി വെച്ചോളൂ, 72.75 ആണ് കേട്ടോ. 72.75 ആണ് വാട്ടറിൻ്റെ കേട്ടോ. ഇത് മിൽക്കിൻ്റെ. ഇനി ഏത് നമ്മൾ ലാക്ടോമീറ്റർ വെച്ചിട്ടല്ലേ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്തേ. അപ്പോൾ ഇവിടെ എന്താ യൂസ് ചെയ്യുന്നുള്ളത്? ഇവിടെ സ്റ്റാലഗ്മോമീറ്റർ ആണ് നമ്മൾ സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ കേസിൽ ഇത്രയേ പറയാനുള്ളൂ. എന്താണ് സർഫസ് ടെൻഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. ആ എബിലിറ്റി ഇല്ലാണ്ടാണ് വാട്ടറിൻ്റെ സർഫസ് ടെൻഷനാണ് നമ്മുടെ ഇൻസെക്ട്സ് ഒക്കെ നടന്നു പോകുന്നുള്ളത്. അതുപോലെ തന്നെ നീഡിൽസ് ഒക്കെ നമ്മുടെ വാട്ടറിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുള്ളതൊക്കെ ഈ സർഫസ് ടെൻഷൻ കാരണമാണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു. യൂണിറ്റ് എത്രയാണ്? ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. CGS യൂണിറ്റ് ആണെങ്കിൽ ഡൈൻ പെർ സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ഞാൻ കൊടുത്ത വാല്യൂ 40 to 60 ഡൈൻസ് പെർ സെൻറ്റിമീറ്റർ ആണ് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ. വാട്ടറിൻ്റെ ആണെങ്കിൽ 72.75 ആണ്. പിന്നെ മിൽക്കിനകത്ത് ആ സർഫസ് ടെൻഷൻ്റെ പ്രോപ്പർട്ടീസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പ്രോട്ടീന്, ഫാറ്റ്, ഫോസ്ഫോലിപ്പിഡ്സ്, ഫാറ്റി ആസിഡ്സ്. ഇവരൊക്കെ എന്തിനാണ്? ഈ പറഞ്ഞിരിക്കുന്ന സർഫസ് ടെൻഷൻ ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ്. പിന്നെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുക? സ്റ്റാലഗ്മോമീറ്റർ വെച്ചിട്ടാണ് നമ്മുടെ മിൽക്കിൻ്റെ എന്താണ് നമ്മൾ പറഞ്ഞ സർഫസ് ടെൻഷൻ മെഷർ ചെയ്യാം. അപ്പോൾ ഓരോ വാല്യൂസ് നിങ്ങൾ പഠിക്കണേ, മാറിപ്പോകരുത്, മറന്നു പോകരുത്. ഓരോ ദിവസവും ഞാൻ കുഞ്ഞു ക്ലാസ്സിൽ എടുക്കുന്നുള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ആളാണ് വിസ്കോസിറ്റി. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ കൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ട ആളാരാണ്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇത് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ടു ഫ്ലോ. അതിനെയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുക. അതായത് ഇപ്പോൾ നമ്മുടെ വാട്ടർ ഒഴുക്കി നമ്മൾ ഒരേ സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ചിട്ട് നമ്മൾ ഒരു സ്ലോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ലോപ്പിൽ വെച്ചിട്ട് നമ്മൾ വാട്ടറിനെയും അതുപോലെ തന്നെ ഈ ഒരു സ്ലോപ്പിൽ വെച്ചിട്ട് ഓയിലിനെയും നമ്മളിങ്ങനെ താഴോട്ട് ഒഴുക്കിയാൽ, ഫ്ലോ ചെയ്യാൻ അനുവദിച്ചാൽ ഏതായിരിക്കും ഫസ്റ്റ് എത്തുക? വാട്ടർ അല്ലേ. അപ്പോൾ വാട്ടറിന് എന്താണ്? വിസ്കോസിറ്റി കുറവാണ്, ഓയിലിന് വിസ്കോസിറ്റി കൂടുതലാണ്. അപ്പോൾ മനസ്സിലായല്ലോ. ആ റെസിസ്റ്റൻസ് ടു ഫ്ലോനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? വിസ്കോസിറ്റി എന്ന് പറയാം. അപ്പോൾ നമുക്ക് നമ്മുടെ മിൽക്കിൻ്റെ കേസിൽ ഈ വിസ്കോസിറ്റീനെ അഫക്റ്റ് ചെയ്യുന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഒന്നാണ് സ്റ്റേറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീൻ. സ്റ്റേറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീൻ ആണ് ഒന്നാമത്തെ ഫാക്ടറായിട്ട് വരുന്നുള്ളത്. അതായത് ഈ കസീൻ സമയത്ത്, അതായത് നമ്മുടെ മിൽക്കും കേടും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. മിൽക്ക് പെട്ടെന്ന് തന്നെ ഫ്ലോ ചെയ്യും, കേട് എടുക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും ഫ്ലോ ചെയ്യില്ല. കാരണം എന്താണ്? കേടിനകത്ത് നമ്മുടെ കസീൻ അതവരെന്താണ് കൊയാഗുലേറ്റ് ചെയ്തിട്ടായില്ല അല്ലേ. അങ്ങനെയാണ് നമ്മുടെ കസീൻ അതിനകത്ത് പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ pH എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കസീനിൽ വ്യത്യാസം വരും, കസീൻ്റെ സ്റ്റേറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ അവർ pHൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് അവരുടെ വിസ്കോസിറ്റി അവിടെ ചേഞ്ച് ചെയ്യുന്നു. രണ്ടാമത് വരുന്നതാണ് ഫാറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീൻ പോലെ തന്നെ സ്റ്റേറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഫാറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ, ഫാറ്റ് കൂടുതലാണെങ്കിൽ വിസ്കോസിറ്റി കൂടുതലായിരിക്കും. അവിടെ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഉണ്ടാവും. ഫാറ്റ് കുറവാണെങ്കിൽ, കൊഴുപ്പൊന്നുമില്ലാത്ത വെള്ളം പോലത്തെ പാലാണെങ്കിലോ വിസ്കോസിറ്റി കുറവായിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ. പ്രോട്ടീൻ്റെ കേസിൽ നിങ്ങൾ കസീൻ ഓർത്താൽ മതി. അവിടെ pH മറ്റും മാറിയിട്ടുണ്ടെങ്കിൽ, അവിടെ അസിഡിറ്റി മാറിയിട്ടുണ്ടെങ്കിൽ ഈ കസീനെല്ലാം കൂടി ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്യുക, അവരൊന്നിച്ച് കൂടാൻ തുടങ്ങും. അങ്ങനെ ഒന്നിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ വിസ്കോസിറ്റി കൂടും, വിസ്കോസിറ്റി കുറയും. ഓക്കെ ആണല്ലോ. ഇനി പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ. മൂന്നാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. കൂളിംഗ് ടെമ്പറേച്ചർ ആണെങ്കിൽ, കോൾഡ് ടെമ്പറേച്ചറിൽ വിസ്കോസിറ്റി കൂടും കേട്ടോ. കോൾഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ വിസ്കോസിറ്റി കൂടും. ഇനി ഇൻക്രീസ്ഡ് ടെമ്പറേച്ചർ ആണെങ്കിൽ വിസ്കോസിറ്റി കുറയും. പിന്നെ കൂളിംഗ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വെലോസിറ്റി ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് വോളിമിനസിറ്റി. ഇപ്പോൾ കോൾഡ് ടെമ്പറേച്ചറിനകത്താണെങ്കിൽ വിസ്കോസിറ്റി കൂടും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എബവ് 65 ഡിഗ്രി സെൽഷ്യസ് പോവുകയാണെങ്കിൽ, കോൾഡ് ടെമ്പറേച്ചറിൽ വിസ്കോസിറ്റി കൂടിയില്ലേ, അതുപോലെ തന്നെ 65% കൂടുകയാണെങ്കിലും നമ്മുടെ ഈ വിസ്കോസിറ്റി കൂടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെമ്പറേച്ചർ 65% എബവ് വരുമ്പോൾ നമ്മുടെ അതിനകത്തുള്ള പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസിനൊക്കെ ഡീനാച്ചുറേഷൻ അവിടെ നടക്കാൻ തുടങ്ങും. അങ്ങനെ ഡീനാച്ചുറേഷൻ നടന്നാൽ ഇതിൻ്റെ വിസ്കോസിറ്റി കൂടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ കേസ് അത് യൂസ് ചെയ്യാം. ഇനി വിസ്കോമീറ്റേഴ്സ്.
വിസ്കോമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നുള്ളത്, വിസ്കോസിറ്റി മെഷർ ചെയ്യുന്നുള്ളത്. പിന്നെ എന്താണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഹോൾ മിൽക്കിൻ്റെ വിസ്കോസിറ്റി 2.0 ആണ്. സ്കിം മിൽക്ക് ആണെങ്കിൽ സ്കിം മിൽക്കിൽ എന്താണ് ഫാറ്റ് കണ്ടൻറ്റ് കുറവാണ്, അപ്പോൾ വിസ്കോസിറ്റി കുറയണം, 1.5 ആണ്. വേ ആണെങ്കിലോ വേനകത്ത് 1.2 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ വിസ്കോസിറ്റീൻ്റെ കേസിൽ പറയാനുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണ്. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഡയഗ്രാം വരച്ചത്. മനസ്സിലായിട്ടുണ്ടല്ലോ, റെസിസ്റ്റൻസ് ടു ഫ്ലോ. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ള കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ മിൽക്കിൻ്റെ വിസ്കോസിറ്റീനെ. ഒന്ന് സ്റ്റേറ്റ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് പ്രോട്ടീൻ, കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫാറ്റിൻ്റെ കേസിൽ ഫാറ്റ് കൂടുതലാണെങ്കിൽ വിസ്കോസിറ്റി കൂടുതലായിരിക്കും, ഫാറ്റ് കുറവാണെങ്കിൽ വിസ്കോസിറ്റി കുറവായിരിക്കും. ടെമ്പറേച്ചർ ആണെങ്കിൽ കോൾഡ് ടെമ്പറേച്ചറിൽ വിസ്കോസിറ്റി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 65 ഡിഗ്രി സെൽഷ്യസിന് എബോവ് വരുമ്പോൾ അവിടെ പ്രോട്ടീൻസിൻ്റെ ഡീനാച്ചുറേഷൻ സംഭവിക്കുന്നു, അപ്പോൾ അവിടെയും വിസ്കോസിറ്റി കൂടുതലായിരിക്കും. പിന്നെ വിസ്കോസിറ്റി മെഷർ ചെയ്യുന്നുള്ളത് നമ്മൾ വിസ്കോമീറ്റേഴ്സ് വെച്ചിട്ടാണ്. ഒരു വാല്യൂ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോൾ മിൽക്ക് എടുക്കുകയാണെങ്കിൽ, മൊത്തത്തിലുള്ള മിൽക്ക് എടുക്കുകയാണെങ്കിൽ 2.0 ആണ്. പിന്നെ നമ്മുടെ സ്കിം മിൽക്ക് ഫാറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 ആണ്. വേ ആണെങ്കിൽ 1.2 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിസ്കോസിറ്റീനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് എന്തുകൂടെ പഠിക്കാനുണ്ട്? ബോയിലിംഗ് പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീസിങ് പോയിന്റും കൂടി ഒന്ന് ജസ്റ്റ് നോക്കണം. എന്താണ് ഇതൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബോയിലിംഗ് പോയിന്റും അതുപോലെ തന്നെ ഫ്രീസിങ് പോയിന്റും നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ബോയിലിംഗ് പോയിന്റ് നോക്കാം. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മിൽക്കിനകത്ത് ഏറ്റവും കൂടുതൽ എന്താണ് വാട്ടർ കണ്ടന്റ് ആണ് അല്ലേ. അപ്പോൾ മിൽക്ക് എന്ന് പറയുന്നത് മിൽക്കിൻ്റെ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്തിനാണ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ മിൽക്കിൻ്റെതും ഏകദേശം ഇതിനോട് അടുത്ത് തന്നെയാണ് വരിക. 100.15 ഡിഗ്രി സെൽഷ്യസ് ആണ് മിൽക്കിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ബോയിലിംഗ് പോയിന്റിൽ ചേഞ്ചസ് വരാം. എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്കറിയാം നമ്മളിപ്പോൾ വാട്ടറിൻ്റെത് 100 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിനകത്തേക്ക് നമ്മളൊരു പഞ്ചസാരയോ മറ്റോ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് മാറാറുണ്ട് അല്ലേ. 100 ഡിഗ്രി സെൽഷ്യസിൽ അതിൽ കൂടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിൽക്കിനകത്ത് എന്തൊക്കെ സബ്സ്റ്റൻസ് അടങ്ങിയിട്ടുണ്ട്? ലാക്ടോസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരം മിനറൽസ്, ഫാറ്റ്സ് എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഡിസോൾഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആണ് കേട്ടോ. ഡിസോൾഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസസിൻ്റെ കോൺസെൻട്രേഷനനുസരിച്ച് ഇത് മാറും. എങ്കിലും ഒരു നോർമൽ വാല്യൂ പറയുമ്പോൾ നമുക്കൊരു 100.15 ഡിഗ്രി സെൽഷ്യസ് പറയാം. ഇനി നമ്മൾ വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ, അഡീഷൻ ഓഫ് വാട്ടർ നമ്മുടെ മിൽക്കിനകത്തേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവിടെ ഈ ഡിസോൾവ് ചെയ്തിരിക്കുന്ന അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയും ചെയ്യും അല്ലേ. അപ്പോൾ എന്താവും അഡീഷൻ ഓഫ് വാട്ടർ എന്ത് സംഭവിക്കും? ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും അല്ലേ. എന്താണ് നമ്മുടെ ഡിസോൾഡ് സബ്സ്റ്റൻസസിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ കുറയുന്നു അല്ലേ. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അവിടെ കോൺസെൻട്രേഷൻ കുറയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഈ ഡിസോൾഡ് സബ്സ്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ് ബോയിലിംഗ് പോയിന്റ് കൂടുക. ഇപ്പോൾ ഇവിടെ വാട്ടർ ആഡ് ചെയ്താൽ നമ്മുടെ ബോയിലിംഗ് പോയിന്റ് കുറയും. ബോയിലിംഗ് പോയിന്റ് 100.15 നിന്ന് കുറയും. നെക്സ്റ്റ് ആണ് ഫ്രീസിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ് അറിയാമല്ലോ അല്ലേ. ഏത് ടെമ്പറേച്ചറിലാണ് അത് ഫ്രീസ് ആകുന്നുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മുടെ കോൺസെൻട്രേഷൻ ഓഫ് ടോട്ടൽ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ്, അതിനകത്ത് എന്തൊക്കെയാണ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ് ഉള്ളത് അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് ഏത് ഫ്രീസിംഗ് പോയിന്റ്. ഒരു നോർമൽ വാല്യൂ പറയുകയാണെങ്കിൽ -, ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. -5.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്രീസിംഗ് പോയിന്റ് ആയിട്ട് വരിക. എത്രയാണ്? -5.4 ഡിഗ്രി സെൽഷ്യസ് ആണ് ഫ്രീസിംഗ് പോയിന്റ് ആയിട്ട് വരിക. ഇനി നമ്മൾ വാട്ടർ ആഡ് ചെയ്യാണ്. ഇതിനകത്തേക്ക് അഡീഷൻ ഓഫ് വാട്ടർ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ 0.54 ഡിഗ്രി സെൽഷ്യസ് മാറിയിട്ട് അതൊരു 0.53 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരും. മൈനസ് ആണ് കേട്ടോ. -5.53 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. എന്താണ് അഡീഷൻ ഓഫ് വാട്ടർ വിൽ ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസ്. നമ്മൾ ബോയിലിംഗ് പോയിന്റിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നുള്ളത് ക്രയോസ്കോപ്പ് വെച്ചിട്ടാണ്. ഫ്രീസിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നുള്ളത് ക്രയോസ്കോപ്പ് വെച്ചിട്ടാണ്. ഇനി നമ്മുടെ കൗ മിൽക്ക്, ഇത് നോർമൽ മിൽക്കിൻ്റെയാണ് കേട്ടോ. പറഞ്ഞാൽ നോർമൽ മിൽക്കിൻ്റെയാണ്. കൗ മിൽക്കിൻ്റെ ആണെങ്കിൽ എല്ലാം മൈനസ് ആണ് കേട്ടോ. -5.2 ആണ്. ബഫലോ മിൽക്കിൻ്റെ ആണെങ്കിൽ -5.6 ആണ്. ഷീപ്പ് മിൽക്കിൻ്റെ ആണെങ്കിൽ -5.8 ആണ്, മൈനസ് ആണ് കേട്ടോ. ഗോട്ട് മിൽക്ക് ആണെങ്കിൽ -5.7 ആണ്. ആവശ്യമുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പഠിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൻ്റെ കേസിൽ പറയാനുള്ളത്? നമ്മുടെ ബോയിലിംഗ് പോയിന്റിൻ്റെയും ഫ്രീസിംഗ് പോയിന്റിൻ്റെയും കേസിൽ പറയാനുള്ളത്. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ നമ്മളെന്താ പറഞ്ഞത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അറിയാത്തവരുണ്ടാവില്ലല്ലോ. ഇതൊരു മീഡിയം
2, ഇത് മീഡിയം 1 എന്ന് വിചാരിക്കുക. ഈ മീഡിയത്തിൽ നിന്ന് ഈ മീഡിയത്തിലോട്ട് കടക്കുമ്പോൾ എന്താണ് ആ ഒരു ബെൻഡിങ്, ഒരു റേൻ്റെ ബെൻഡിങ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുക, അതിൻ്റെ മെഷർ. ഓക്കെ, ഈ മീഡിയം 1-ൽ നിന്ന് മീഡിയം 2-ലേക്ക് ഒരു റേ കടക്കുമ്പോൾ അതിനുണ്ടാകുന്നുള്ള ആ ഒരു ബെൻഡിങ് അല്ലേ, ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നില്ല കടന്നു പോകണ്ടേ അല്ലേ, ഇത് ബെൻഡ് ചെയ്തിട്ടാണ് പോകുന്നുള്ളത്. അപ്പോൾ ആ ബെൻഡിങ്ങിൻ്റെ മെഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. അത് നമ്മുടെ മിൽക്കിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ 1.34 ആണ്. 1.34 ആണ് ഏത് മിൽക്കിൻ്റെത്, അറ്റ് ഏത് ഡിഗ്രി സെൽഷ്യസ്, 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, പിന്നെ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ച് വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ കേസിൽ ബാക്കി എല്ലാ കോമ്പോണൻസും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഫാറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട്സ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മിൽക്ക്. എന്താണ്, ബാക്കിയുള്ള ടോട്ടൽ ഡിസോൾവ്ഡ് കണ്ടൻറ്റും ഷുഗർ കണ്ടൻറ്റൊക്കെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത്. ഫാറ്റ് അവിടെ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. റിഫ്രാക്ടോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നുള്ളത്. ഒന്നുകൂടെ പറയാം, ബോയിലിംഗ് പോയിൻറ്റ് വാട്ടറിൻ്റെ അടുത്ത് തന്നെ വരിക, കാരണം അതിൽ 87% നമ്മുടെ മിൽക്കിനകത്ത് വാട്ടറാണ്. 100.15 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിൻറ്റ് വരുന്നുള്ളത്. എന്തുകൊണ്ടാണ്, ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സിൻ്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ട് ഈ ബോയിലിംഗ് പോയിൻറ്റിൽ ചെറിയ വ്യത്യാസമൊക്കെ വരാം. ഇനി നമ്മൾ വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ, മിൽക്കിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് സംഭവിക്കും, കുറയും അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ബോയിലിംഗ് പോയിൻറ്റും കുറയും. ആ കൺസെപ്റ്റ് അവിടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഫ്രീസിങ് പോയിൻറ്റ് കേസ് പറയുകയാണെങ്കിൽ ഇവിടെയും നമ്മുടെ ടോട്ടൽ ഡിസോൾവ്ഡ് കേസ് സബ്സ്റ്റൻസസിൻ്റെ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ് മാറുന്നുള്ളത്. ഒരു നോർമൽ വാല്യൂ പറയുകയാണെങ്കിൽ 0.54 ഒക്കെയാണ്. ഇനി വാട്ടർ ആഡ് ചെയ്താൽ ഈ വാല്യൂ എന്താവും, കൂടും അല്ലേ. ശരിക്കും നമ്മൾ പറയുമ്പോൾ എന്താണ്, വാല്യൂ കൂടുകയാണ്. -0.54 -5.3 എടുക്കുകയാണെങ്കിൽ ആരാണ് വലുത്, -5.3 ആണ്. അപ്പോൾ വാല്യൂ കൂടുന്നു, പക്ഷേ നമുക്ക് പറയുകയാണെങ്കിൽ ഫ്രീസിങ് പോയിൻറ്റ് കുറയുന്നു അല്ലേ. ഫ്രീസിങ് പോയിൻറ്റ് കുറയാണ് ചെയ്യുന്നുള്ളത്, പക്ഷേ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നുള്ളത്. അത് മാറിപ്പോയത്. ക്രയോസ്കോപ്പ് വെച്ചിട്ടാണ് ഫ്രീസിങ് പോയിൻറ്റ് നമ്മൾ മെഷർ ചെയ്യുക. കൗ മിൽക്കിൻ്റെത് -5.2 ആണ്, -0.52 ആണ്. പിന്നെ ബഫലോ മിൽക്കിൻ്റെത് 0.56 ആണ്. ഷീപ്പിൻ്റെത് 0.58 ആണ്. ഗോട്ടിൻ്റെത് 0.57 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അത് ഞാൻ പറഞ്ഞു, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ഒരു റേ കടന്നു വരുമ്പോൾ അതിലുണ്ടാവുന്നുള്ള ആ ബെൻഡിങ്, എത്രത്തോളമാണ് അത് ബെൻഡ് ചെയ്തത്, അതിൻ്റെ മെഷറിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാം. നമ്മുടെ മിൽക്കിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ 1.34 ആണ്. അത് അറ്റ് 20 ഡിഗ്രി സെൽഷ്യസിലുള്ള മെഷറാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇവിടെയും നമ്മുടെ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് തന്നെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വരാം, ഫാറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഫാറ്റ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഹോൾ മിൽക്ക്. ഓക്കെ, പിന്നെ എന്താണെന്ന് പറയേണ്ടത്, റിഫ്രാക്ടോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു, കോമ്പോസിഷൻ ഓഫ് മിൽക്ക്, അതുപോലെ തന്നെ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. സോ താങ്ക് യു.